Hey all, this is Tansiha. Welcome to DI Solutions. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മറ്റൊരു സോഹോ ഫിനാൻസ് പ്രൊഡക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാം. സോഹോ എക്സ്പെൻസ്. ബിസിനസ്സിൽ സ്പെൻഡിങ്ങിന് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ, എക്സ്പെൻസ് റിപ്പോർട്ട് ചെയ്യാൻ, അപ്രൂവൽ സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് എക്സ്പെൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് സോഹോ എക്സ്പെൻസ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോഹോ എക്സ്പെൻസ് എന്താണെന്നും അത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഓരോ മൊഡ്യൂൾസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ സോഹോ എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. കമ്പനീൻ്റെ എംപ്ലോയിൻ്റെ എക്സ്പെൻസ് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് സ്പെൻഡിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ സോഹോ എക്സ്പെൻസ് യൂസ് ചെയ്യുന്നത്. മുന്നേ ഒക്കെ പേപ്പർ വർക്കും അതേപോലെ സ്പ്രെഡ്ഷീറ്റിലൊക്കെ ഡാറ്റ നമ്മൾ മാനുവലി മാനേജ് ചെയ്യുമ്പം കൂടുതൽ എറേഴ്സും മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. സോ സോഹോ എക്സ്പെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ഫുള്ളി ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. സോഹോ എക്സ്പെൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. മെയിനായിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി ഇപ്പം എക്സ്പെൻസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫിനാൻസ് പ്രൊഡക്റ്റിൽ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പം ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. സോഹോ എക്സ്പെൻസിൽ നമുക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. മൊബൈലിൽ നിന്നോ വെബിൽ നിന്നോ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഹോ എക്സ്പെൻസ് റീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എൻട്രീസ് പാസ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓരോ കമ്പനിക്കും അവർ സ്പെൻഡ് ചെയ്യുന്ന ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ചില കമ്പനീസിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ മന്ത് സ്റ്റാർട്ടിങ്ങിൽ എംപ്ലോയീസിന് ഒരു എമൗണ്ട് കൊടുക്കും. എന്നിട്ട് ടോട്ടൽ ത്രൂ ഔട്ട് ദി മന്ത് എംപ്ലോയീസ് അവരെ കമ്പനി എക്സ്പെൻസസ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മാനേജ് ചെയ്തിട്ട് മന്ത് എൻഡിൽ അവർ എമൗണ്ട് എന്ത് ചെയ്യും, കമ്പനിയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് കമ്പനി മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തിട്ട് റീഇംബേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഡയറക്റ്റ്ലി കമ്പനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും, അതവർ സബ്മിറ്റ് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനെ സോഹോ എക്സ്പെൻസിലൂടെ ഈസിലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അത് അപ്രൂവലിന് സെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഫിനാൻസ് ടീം റീഇംബേഴ്സ്മെൻ്റ് ആകുന്നതായിക്കോട്ടെ, അതൊരു പ്രോപ്പർ പ്രോസസ്സിലൂടെ ഈസിലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഹോ ബുക്സ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സോഹോ ബുക്സിലെ റിപ്പോർട്ട്സ് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻസൈറ്റ്സും അതേപോലെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. എത്ര എക്സ്പെൻസ് ആണ് ഓരോ എംപ്ലോയിക്കും വന്നത്, എത്ര സ്പെൻഡ് ചെയ്തു, ഏത് ഏരിയയിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടും. സോ ഇതിലെ ഈ ഒരു സോഹോ എക്സ്പെൻസിൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സോഹോ എക്സ്പെൻസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യൂ ഉണ്ട്. മൈ വ്യൂ എന്നും കാണാം, അതേപോലെ അഡ്മിൻ വ്യൂ എന്നും കാണാം. അഡ്മിൻ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ രണ്ട് വ്യൂസ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിനും, അഡ്മിൻ അല്ലാത്ത നമ്മൾ എക്സ്പെൻസ് റീഇംബേഴ്സിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും മൈ വ്യൂ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. സോ ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എംപ്ലോയീസ് മൊബൈൽ കൂടെ അല്ലെങ്കിൽ വെബിലൂടെ എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് റെക്കോർഡായി. ഈ ഒരു എക്സ്പെൻസ് അല്ലാണ്ട് തന്നെ നമുക്ക് എംപ്ലോയീസിന് കൊടുക്കുന്ന കാർഡ് ഇതിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രൂവൽ
ചെയ്യുന്നതാണ്. ഓരോ ട്രിപ്പിന് എഗെയിൻസ്റ്റും ഓരോ ഇവൻറ്റിന് എഗെയിൻസ്റ്റും നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന എക്സ്പെൻസിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് നമ്മളെ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. വൺസ് അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻസ് ടീമിന് റീഇംബേഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് സോഹോ എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ സോഹോ എക്സ്പെൻസിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഹോ എക്സ്പെൻസ് മറ്റ് സോഹോ ആപ്സ് ആയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഹോ ബുക്സ്, അതേപോലെ സോഹോ CRM, സോഹോ പ്രൊജക്ട്സിനൊക്കെ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സോഹോ അല്ലാത്ത പ്രൊഡക്ട്സ് ആയ ക്യുബ് ബുക്സ്, സീറോ, സ്ലാക്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഹോ എക്സ്പെൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കൊരു സോഹോ എക്സ്പെൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കമ്മിങ് വീഡിയോസിലായിട്ട് എങ്ങനെയാണ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മാനേജ്മെൻറ്റിന് അപ്രൂവ് ചെയ്യേണ്ടത്, അത് നമുക്ക് എങ്ങനെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നത്, സോഹോ ബുക്സുമായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും സോഹോ എക്സ്പെൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So, thank you. See you in the next video.